തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. An impulse turbine, D level turbine, the steam enters the wheel through a nozzle with a velocity of 350 meter per second. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആദ്യം ഇതിന്റെ പടം വരയ്ക്കുകയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ 350 മീറ്റർ പെർ സെക്കൻഡ് V1 തന്നിട്ടുണ്ട്, വെലോസിറ്റി V1 350 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് വെലോസിറ്റി എന്നാണ് പറയുന്നത്, 350 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 20 ഡിഗ്രി. അപ്പൊ ആൽഫ 20 ഡിഗ്രി തന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. To the direction of the motion of the blade speed is 250, velocity of blade 250 meter per second തന്നിട്ടുണ്ട്. പിന്നെ ഉള്ള മൂവിങ് ബ്ലേഡ്സ് 35 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിന്റെ മൂവിങ് ബ്ലേഡ്സിന്റെ ആൽഫ തീറ്റ ഫൈന്റെ വാല്യൂ 30 ഡിഗ്രി എന്നാണ്. ഓക്കെ, 35 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൈൻഡ് ഇല്ലറ്റ് ആംഗിൾസ് ആൻഡ് മൂവിങ് ബ്ലേഡ്, വെലോസിറ്റി ഓഫ് സ്റ്റീം, ഡയറക്ഷൻ ഓഫ് വർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്, പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യം ബ്ലേഡ് വെലോസിറ്റി 250 ഞാൻ ഇപ്പൊ 100 മീറ്റർ പെർ സെക്കൻഡ് ഞാൻ എത്ര എടുത്തു, 1 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ 250 എത്രയായിട്ട് മാറും, 2.5. 250 മീറ്റർ പെർ സെക്കൻഡ് ഞാൻ 2.5 ആയിട്ട് എടുത്തു വെച്ചു. അപ്പൊ ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യാം AB. ഓക്കെ, എന്നിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അബ്സല്യൂട്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്, അതെടുത്ത് ഞാൻ ഇങ്ങനെ വരച്ചു. അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ് 350. അപ്പൊ 3.5 350 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, 350 മീറ്റർ പെർ സെക്കൻഡ് വരച്ച ശേഷം അതിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ എത്രയാണ് 20 ഡിഗ്രിയിലാണ്. ഇനി അടുത്ത രണ്ടാമത്തത്, അപ്പം അത് നമ്മളൊരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യും, C എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം അടുത്ത ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് 35 ഡിഗ്രി തന്നിട്ടുണ്ട്, 35 ഡിഗ്രി. ഓക്കെ, അതും ക്വസ്റ്റിൽ തന്ന കേസാണ്. ഇനി അടുത്ത നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, അപ്പൊ ക്വസ്റ്റിൽ തന്നതല്ല, ആദ്യം നമ്മളൊന്ന് വരയ്ക്കും. അടുത്ത ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ, അടുത്ത എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ പോയിന്റ് അറിയാലോ, അപ്പൊ ഇതിന് നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കും. അപ്പൊ ഇത് ആക്ച്വലി V1 ആണ്, ഇത് VR1 ആണ്, റിലേറ്റീവ് വെലോസിറ്റി ഇൻലെറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ഔട്ട്ലെറ്റ് ക്വസ്റ്റിൽ തന്നിട്ടില്ലല്ലോ. അപ്പൊ VR1 നമ്മൾ വരയ്ക്കിയ ശേഷം നമുക്ക് നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതിന് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യും, ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. അപ്പൊ ഇതെന്താണ് VF1 എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത VR1 ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് തരാത്തോണ്ട് ഈ AC ലെങ്ത് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ എന്താണ്, ഇതിനെയാണ് നമ്മൾ VR1 ഉം VR2 ഈക്വൽ ആണ്, ബിക്കോസ് ദർ ഈസ് നോ ഫ്രിക്ഷണൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്വസ്റ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്രിക്ഷൻ ലോസ് ഇല്ലെന്നാണ് മീനിങ്. അപ്പൊ അതെടുത്ത് മാർക്ക് ചെയ്ത ശേഷം D എന്ന് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ഇതിനെങ്ങനെ ജോയിൻ ചെയ്യുക, VD കൂടെ ജോയിൻ ചെയ്യുക. ഇതാണ് V2 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വെലോസിറ്റി ഔട്ട്ലെറ്റ്. V1 ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകും, അല്ലെ D എന്ന് നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതെന്താണ് VF2 എന്ന് പറയും. ഓക്കെ, VF2 എന്ന് പറഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി ഔട്ട്ലെറ്റ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ E എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ E തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസിന് വേൾഡ് വെലോസിറ്റി ഇൻലെറ്റ് VW1, അതിന് ഇത് തൊട്ട് ഇതുവരെ വേൾഡ് വെലോസിറ്റി ഔട്ട്ലെറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് അവർ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലെ തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് തീറ്റ. അപ്പൊ തീറ്റ നമുക്ക് കിട്ടി, ഫസ്റ്റ് ആൻസർ. ഇത് മെഷർ ചെയ്ത് എഴുതുക. രണ്ടാമത്തെ എക്സിറ്റ് വെലോസിറ്റി V2 നമുക്ക് ആൾറെഡി ഇവിടെ കിട്ടി. എന്താണ്, BDയുടെ വാല്യൂ ആണ് V2. അപ്പൊ BDയുടെ സെന്റിമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുക. മൂന്നാമത്തെ ചോദിച്ചതിന് എക്സിറ്റ് വെലോസിറ്റി ബീറ്റ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഇത് ആൽഫയാണ്. അപ്പൊ ഇതെന്താണ് ബീറ്റ, എക്സിറ്റ് വെലോസിറ്റിയുടെ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ അതും കണ്ടുപിടിക്കുക. പിന്നെ ഉള്ളത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡണിന്റെ ഫോർമുല ഉണ്ട്. വർക്ക് ഡണിന്റെ ഫോർമുല എന്ന് വെച്ചാൽ M × VW2 - VW1 ആണ്. ഓക്കെ, ഇത് ഇക്വേഷൻ ആയിട്ടും ചെയ്യാം, അല്ലാതെ രീതിയിലും ചെയ്യാം. അപ്പൊ ഇത് കണ്ട വർക്ക് ഡണിന്റെ ഫോർമുല ഉണ്ട്, VB × VW1 + VW2. ഈ ഇക്വേഷൻ ആണ് വർക്ക് ഡണിന്റെ ഫോർമുല. അപ്പൊ അതുകൂടെ വെച്ചിട്ട് നമുക്ക് VW1 VW2 നമ്മുടെ ഇവിടെ ഈ ഇക്വേഷനിലുണ്ട്. VW1 VW2 × VB ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് VW1 + VW2. ഈ ഒരു ലെങ്ത് കണ്ട ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. VW1 + VW2 ഈ ലെങ്തും ഈ ലെങ്തും ആഡ് ചെയ്യുക, ടോട്ടൽ ആഡ് ചെയ്ത ശേഷം അതിന്റെ കൂടെ
അതായത് വർദ്ധന്റെ ഫോമിൽ എന്താണ് വർദ്ധൻ ഈസ് ഈക്വൽ ടു വി ബി ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു. ഓക്കെ ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർദ്ധന കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ